ശാരദാമേ, നമ്മുടെ പതിവ് കോട്ട ഇങ്ങോട്ട് എടുത്തോളൂ. വല്ലാത്ത പരിവേശം. കട്ടിപ്പൂടിടാ കണ്ണാല. സിനിമയിലേത് അത്ര വലിയ വിജയയാത്രയല്ലെങ്കിലും വിജയിയാണ് ഹണി റോസ്. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? സ്ത്രീ ശരീരത്തോടുള്ള മനോഭാവത്തോടും ആൾക്കൂട്ട മനഃശാസ്ത്രത്തോടും പൊരുതാൻ ഉറച്ചിറങ്ങിയ ഹണിയുടെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ മലയാളികൾ കാണുന്നത്. പരിപാടിയുടെ പോയി വെടിവെന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നുമല്ലയോ, ഒച്ചയായിട്ടവർക്കാണോ കേസ്? എന്നാൽ അവർ പിന്നിട്ട വഴികൾ തേനും റോസാനിളങ്ങളും നിറഞ്ഞതായിരുന്നില്ല. ആ അനുഭവങ്ങളിലൂടെ നേരെ ചൊവ്വയിൽ ഹണി റോസ്. നമസ്കാരം സർ. ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയെയാണ് കൊണ്ടുവന്നത്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. കൊള്ളേണ്ടത് കൊണ്ടാലേ കാണേണ്ടവർ കാണൂ. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില്ലേ. അത് കണ്ടിട്ട് ഹണിക്കെന്ത് തോന്നി? ഇനി അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത് പത്രോസേ. അത് കണ്ടിട്ട് ഹണിക്കെന്ത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടുമില്ല. തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫൂൾ. നമ്മുടെ വിഷയം വൃത്തിയോട് പറഞ്ഞതും മോശമായി, ഭയങ്കര മോശമായി. അവളുടെ അമ്മൂമ്മയുടെ കുറെ കണ്ടീഷൻസ് എനിക്കിവിടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. നമ്മൾ പറയില്ലേ, ഒരാള് ഒരു പാവം കുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ തലേ കയറിന്ന് നിരങ്ങും എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ചെന്നിട്ട് ഒരു 100 കൂട്ടം ജോലി ഞാൻ